സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള പ്രമേയ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമാണ് ഉയർന്നത്. റിസർവ് ബാങ്കും സഹകരണ മേഖലയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതായി മന്ത്രി എ.സി. മൊയ്തീൻ ആരോപിച്ചു. സഹകരണ മേഖലയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന കുമ്മനത്തെയും കൂട്ടരെയും ചവിട്ടിപ്പുറത്താക്കണമെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മറികടന്ന് ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന വാദമാണ് ഭരണപ്രതിപക്ഷം ഒന്നടങ്കം പങ്കുവച്ചത്. നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നടത്തുന്ന ആരോപണങ്ങളെ ചെറുത്തുള്ള രൂക്ഷ വിമർശനങ്ങൾക്കാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. സഹകരണ മേഖലയെ തകർക്കാൻ റിസർവ് ബാങ്കും കൂട്ടുനിൽക്കുന്നതായി മന്ത്രി എ.സി. മൊയ്തീൻ ആരോപിച്ചു. പ്രാഥമിക സംഘങ്ങളുടെ പണമിടപാട് തടഞ്ഞ നടപടി സഹകരണ മേഖലയെ തകർക്കാനുള്ള പുതിയ ഗൂഢാലോചനയിൽ RBI കൂടി പങ്കാളിയാകുകയാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നു സർ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതായി വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. മേഖലയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന കുമ്മനത്തെയും കൂട്ടരെയും ചവിട്ടിപ്പുറത്താക്കണമെന്നതായിരുന്നു വി.എസിന്റെ നിലപാട്. ഒത്തിരി ചോരയും കണ്ണീരുമൊക്കെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയത്. അത് കേരളത്തിന്റെ ചോരയും പ്രാണനുമാണ്. അതിനെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക എന്നാണ് അർത്ഥം. അത് അനുവദിക്കാൻ പാടില്ല. അതിന് കൂട്ടുനിൽക്കുന്ന കുമ്മനത്തെയും കൂട്ടരെയും കേരളത്തിൽ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും. കേരളത്തിന്റെ ഒറ്റക്കെട്ടായ പ്രതിഷേധം അതേ തീവ്രതയിൽ തന്നെ പ്രതിപക്ഷവും അവതരിപ്പിച്ചു. ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് കേന്ദ്രത്തിന്റേതെന്നും മാപ്പർഹിക്കാത്ത കുറ്റമാണിതെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ക്രിമിനൽ നെഗ്ലിജൻസ്. 133 കോടി ജനങ്ങളെ സർ അറിഞ്ഞോണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകളാണ് അവർ നടപ്പിലാക്കുന്നത്. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഇതിനായി ഏതറ്റം വരെയും പോകാമെന്ന നിലപാടായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി പങ്കുവച്ചത്. ഇത് പരിഹരിക്കുന്നവരെ കേരളത്തിന്റെ പ്രശ്നം എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഏതറ്റം പോകാനും ഞങ്ങൾ സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഭരണപ്രതിപക്ഷം ഒന്നടങ്കം കേരളത്തിന്റെ പ്രതിഷേധം രാഷ്ട്രീയ ഭേദമന്യായിരുന്നു നിയമസഭയിൽ പങ്കുവച്ചത്. നിയമസഭയിൽ നിന്നും എസ്. ഷീജ. അസാധുവാക്കപ്പെട്ട നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവകാശം വേണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. ബി.ജെ.പി. അംഗം ഒ. രാജഗോപാലിന്റെ എതിർപ്പോടെയാണ് പ്രമേയം പാസാക്കിയത്. സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കങ്ങൾ 4 മണിക്കൂർ 15 മിനിറ്റ് നീണ്ട പ്രത്യേക സമ്മേളനത്തിൽ നിയമസഭ ചർച്ച ചെയ്തു. പിന്നീട് നോട്ടുമാറ്റത്തിൽ സഹകരണ ബാങ്കുകളോട് വേർതിരിവ് പാടില്ലെന്ന് പ്രമേയം പാസാക്കി. സഹകരണ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നമ്മുടെ നാട്ടിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ഇടപാടുകാരായിട്ടുള്ളവര്, നിക്ഷേപിച്ചിട്ടുള്ളവര് അവരൊന്നും ഇത്തരം ഒരു അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അവിടെ നിക്ഷേപിച്ച പണത്തിൽ ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല എന്ന ഗ്യാരണ്ടി സംസ്ഥാന ഗവൺമെന്റ് നൽകുകയാണ്. ആ പണത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. സങ്കുചിത രാഷ്ട്രീയം മറന്ന് കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് ഈ നാട്ടിലെ കള്ളപ്പണക്കാർക്കും കൊള്ള പലിശക്കാർക്കും ഹുണ്ടിക വ്യാപാരികൾക്കും കഴുത്തറപ്പൻ പലിശക്കാർക്കും വേണ്ടി കേരളത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനങ്ങളായി സഹകരണ ബാങ്കുകളെ മാറ്റുന്നുവെന്നായിരുന്നു ഒ. രാജഗോപാലിന്റെ വിയോജിപ്പ്. നിർഭാഗ്യവശാൽ ആ സഹകരണ സ്ഥാപനങ്ങൾ എന്തുദ്ദേശം കൊണ്ടാണോ വന്നിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. സംസ്ഥാനത്തു നിന്നുള്ള സർവകക്ഷി സംഘം 24-ാം തീയതി വ്യാഴാഴ്ച ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിക്കുന്നതിന് ഉത്തരവാദി പ്രധാനമന്ത്രി തന്നെയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രി പാർലമെന്റിനെ അവഹേളിക്കുകയാണ്. നോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെ ഇടതു സഖ്യം നവംബർ 24 മുതൽ 30 വരെ ദേശീയ പ്രക്ഷോഭം നടത്തുമെന്നും യെച്ചൂരി പറഞ്ഞു. It is not we who are disrupting the parliament, it is the PM who is disrupting the parliament.
Why is economy to parliament? If the PM is speaking all across the country in various public meetings, why is he not coming to the parliament? We have decided to organize a week-long mass mobilization activity all over the country from the 24th to the 30th of November. At the same time, we are also working towards a wider mobilization of other opposition parties for a protest day. The actual day of that will be worked out along with the other political parties, and that will be announced. മനു ശങ്കർ ചേരുന്നു. മനു, 24 മുതൽ 30 വരെ ഇടതുപക്ഷം നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തെക്കുറിച്ചും യെച്ചൂരി പറഞ്ഞ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചും. ധന്യ, എന്തായാലും നോട്ട് പിൻവലിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നിലവിലെ നോട്ട് പ്രതിസന്ധിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് ഇടത് സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. CPM, CPI, RSP അടക്കമുള്ള 6 ഇടത് പാർട്ടികൾ സംയുക്തമായി തന്നെ സഖ്യമായി തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ ഈ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. വേണ്ട വിധത്തിൽ പുതിയ നോട്ടുകൾ ലഭ്യമാക്കാതെ ഇത്തരം ആസൂത്രണമില്ലാതെ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടതിലൂടെ ജനം വലിയ ദുരന്തമാണ് അനുഭവിക്കുന്നത്. അതിനാൽ തന്നെ ഇതിലൊരു പ്രതിസന്ധി ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതു പാർട്ടികൾ സഖ്യമായി തന്നെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. നവംബർ 24 മുതൽ 30 വരെ പ്രക്ഷോഭം ഉണ്ടായിരിക്കുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 6 ഇടതു പാർട്ടികളുടെയും യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡിസംബർ 30-നകം തന്നെ പ്രശ്നപരിഹാരമുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുമ്പോഴും ബാങ്കുകൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നിലവിൽ പിൻവലിച്ച നോട്ടുകളുടെ 10% മൂല്യത്തിലുള്ള പുതിയ നോട്ടുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതിനാൽ ചില്ലറ ക്ഷാമവും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ഈ പുതിയ നോട്ടുകൾ ലഭ്യമാകും വരെ പഴയ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ബദൽ മാർഗം സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് ഇടതു സഖ്യം ആവശ്യപ്പെടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നവംബർ 24 മുതൽ 30 വരെ പ്രക്ഷോഭം അഖിലേന്ത്യാ തലത്തിൽ നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം കോടിക്കണക്കിന് രൂപയ്ക്ക് വായ്പയും മറ്റും നൽകി കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്ന സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനെതിരെയും പ്രക്ഷോഭത്തിൽ കാര്യപരിപാടികൾ ശക്തമാക്കുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം പാർലമെന്റിൽ പോലും മറുപടി നൽകാതെ പ്രധാനമന്ത്രി ഒളിച്ചോടുകയാണെന്നും CPM ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് സ്തംഭനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും പാർലമെന്റിനെ പ്രധാനമന്ത്രി അവഹേളിക്കുകയാണെന്നും CPM ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കുകയുണ്ടായി. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നബാർഡ് വഴി 23,000 കോടി രൂപ നൽകാൻ നിർദ്ദേശം. റിസർവ് ബാങ്കാണ് ഉത്തരവ് പുറത്തിറക്കിയത്. രാജ്യത്തെ കർഷകർക്ക് വായ്പ പണമായി നൽകണം. ഇതിനായി സഹകരണ ബാങ്കുകളിൽ പണം ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. മനു ശങ്കർ ചേരുന്നു. മനു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, നബാർഡ് വഴി സഹകരണ ബാങ്കുകളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്തെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നബാർഡ് വഴി 23,000 കോടി രൂപ നൽകാനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാർഷിക വായ്പയ്ക്കായി കർഷകർക്ക് വേണ്ട വിധം പണം സഹകരണ ബാങ്കുകളിൽ ലഭ്യമായിരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനായി വേണ്ട വിധം ജില്ലാ സഹകരണ ബാങ്കുകളിൽ പണലഭ്യത ഉറപ്പാക്കാൻ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഉത്തരവായി തന്നെ ഈ തീരുമാനം പുറത്തിറക്കിയിരിക്കുന്നത്. സഹകരണ ബാങ്കുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ തുടരുന്ന നിലപാടുകൾക്കും അതോടൊപ്പം റിസർവ് ബാങ്ക് പുലർത്തുന്ന നീക്കങ്ങൾക്കുമെതിരെ കേരളത്തിൽ നിന്ന് സർവകക്ഷി സംഘം ദില്ലിയിലെത്തി ധനമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് രാജ്യത്തെ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളിലും നബാർഡ് വഴി പണം എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർഷകർക്ക് ഈ വായ്പകൾ പണമായി തന്നെ കൈമാറണമെന്നു കൂടിയാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. നോട്ട് മാറ്റത്തെ തുടർന്ന് സഹകരണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ പ്രശ്നത്തോട് പ്രധാനമന്ത്രി മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് MPമാർ കുറ്റപ്പെടുത്തി. LDF, UDF MPമാർ സംയുക്തമായിട്ടായിരുന്നു പ്രതിഷേധം. നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MPമാർ ധർണ നടത്തിയത്.
പാർലമെന്റിന് മുമ്പിൽ നടത്തിയ ധർണയിൽ LDF, UDF എംപിമാർ സംയുക്തമായി പങ്കെടുത്തു. സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ 90% വരുന്ന നിക്ഷേപങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന് എംപിമാർ കുറ്റപ്പെടുത്തി. സഹകരണ ബാങ്കുകളിൽ ആദായ നികുതി വകുപ്പിന് എപ്പോൾ വേണമെങ്കിലും പരിശോധന നടത്താമെന്നും കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ധനമന്ത്രാലയത്തിന്റെ പരാതി തീർന്നതാണെന്നും ഇനിയെങ്കിലും സഹകരണ ബാങ്കുകൾക്കുള്ള നിയന്ത്രണം എടുത്തുകളയണമെന്നും ധർണയിൽ സംസാരിച്ച AK ആന്റണി ആവശ്യപ്പെട്ടു. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടാൽ കണക്കുകൾ പരിശോധിക്കാൻ, കണക്കുകൾ നൽകാൻ തയ്യാറാണെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. ഇനി എന്താ ന്യായം? ഇവിടെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന അതേ അധികാരം, അവകാശം ജനകീയ പ്രസ്ഥാനമായ സഹകരണ ബാങ്കുകൾക്ക് നൽകണം. കേരളത്തിന്റെ ആശങ്ക അറിയിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പ്രധാനമന്ത്രി എംപിമാർക്ക് അനുമതി നിഷേധിച്ചെന്ന് P. കരുണാകരൻ MP ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരെ വലയ്ക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. 14,000-ഓളം ബ്ലേഡ് കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ സഹകരണ പ്രസ്ഥാനം തകർന്നാൽ യഥാർത്ഥത്തിൽ ഈ ബ്ലേഡ് കമ്പനികൾക്കായിരിക്കും അതിന് ഗുണം കിട്ടുക. സഹകരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരള മുഖ്യമന്ത്രി, എംപിമാർ എന്നിവർ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിരുന്നു. പക്ഷെ അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ ധർണ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ സഹകരണ പ്രതിസന്ധിയിൽ പാർലമെന്റിലും പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KK രാഗേഷ് MP രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള MPമാർ രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി. അതേസമയം നോട്ട് പ്രതിസന്ധിയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. നോട്ട് മാറ്റത്തെക്കുറിച്ച് ജനഹിത വോട്ടെടുപ്പ് നടത്തുമെന്ന് നരേന്ദ്രമോദി BJP പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. സഹകരണ പ്രതിസന്ധിയിൽ സംയുക്ത സമരം വേണ്ടെന്ന സുധീരന്റെ നിലപാട് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് മൂലമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF അധികാരത്തിൽ വന്ന ശേഷം ഒരു സഹകരണ സ്ഥാപനവും CPIM പിടിച്ചെടുത്തിട്ടില്ലെന്നും കോടിയേരി പാലക്കാട് പ്രതികരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിട്ടാണ് ഇടപെടുന്നത്. വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് UPA ഭരണകാലത്താണ് ഉണ്ടായത്. അന്ന് ആ റിപ്പോർട്ടിനെതിരായിട്ട് കേരള നിയമസഭയിൽ ഇടതുപക്ഷവും UDFും ഒന്നിച്ചിട്ടാണ് നിലപാടെടുത്തത്. അതേ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ സുധീരൻ എന്താണ് കഴിയാത്തത്? ഇതിൻ്റെ കാരണം കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കാണ്. അദ്ദേഹത്തിന് സഹകരണ രംഗത്തുള്ള താല്പര്യത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന് എതിർ ഗ്രൂപ്പുകാരെ ശരിപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതിൽ സംഭവിച്ചത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയെ പോയി കണ്ട് UDFിലെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ പോയി കണ്ടു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ അവർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് സുധീരനോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അന്ന് അദ്ദേഹം നാട്ടിലുണ്ടായിട്ടില്ല, വിദേശത്തായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കാതെ ഒരു നിലപാടെടുത്തത് കൊണ്ട് എന്നാൽ ഞാൻ ശരിപ്പെടുത്തി തരാം. ഇതാണ് സുധീരൻ എടുത്തിരിക്കുന്ന നിലപാട്. അല്ലാണ്ട് മറ്റീൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. MM മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ P. സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്ഭവനിൽ പ്രത്യേക പന്തലാണ് MM മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനായി ഒരുക്കിയിരുന്നത്. വൈകുന്നേരം 4:30-നായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. 4:25-ഓടെ ഗവർണർ P. സദാശിവം വേദിയിലെത്തി. തുടർന്ന് ദേശീയ ഗാനാലാപനം നടന്നു. പിന്നീട് ചീഫ് സെക്രട്ടറി പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് MM മണി എത്തിയ വിവരം ഗവർണറെ അറിയിക്കുകയും ശേഷം ഗവർണറുടെ ക്ഷണപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാനായി MM മണി വേദിയിലേക്ക്. ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടിയും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷാപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയെ ഗവർണറും മുഖ്യമന്ത്രിയും പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. തുടർന്ന് മന്ത്രിമാരും MLA-മാരും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മതമേലധ്യക്ഷന്മാരും ഒന്നൊന്നായി എത്തി മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചു. MM മണിയുടെ സത്യപ്രതിജ്ഞ കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും എത്തിയിരുന്നു. ഉടുമ്പൻചോലയിൽ നിന്നുള്ള നിരവധി ആളുകളും സത്യപ്രതിജ്ഞാ ചടങ്ങ് ആവേശത്തോടെ വീക്ഷിച്ചു. ഗവർണറുടെ ചായ സൽക്കാരത്തിന് ശേഷം രാജ്ഭവനിൽ നിന്ന് പോകാനിറങ്ങിയ മന്ത്രി MM മണി തന്നെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയും ചെയ്തു. ഒരു നിലയിലും എന്നെ ഉപദ്രവിച്ച് നിങ്ങൾ സഹായിക്കരുത്. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയെല്ലാം നല്ല പ്രചരണമൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു അംഗീകാരം നിങ്ങൾ വാങ്ങിത്തരണം. അത് നിങ്ങളുടെ ചുമതലയാണ്.
പിന്നെ എൻ്റെ ഭാഗത്ത് വീഴ്ച വരാതെ നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ പരമാവധി നോക്കും. ഏത് വകുപ്പാണെന്നൊക്കെ ഇനിയിപ്പം നാളെ മിക്കവാറും തീരുമാനിക്കുള്ളായിരിക്കും. എന്ത് വകുപ്പാണേലും ശരി, ഒരു കൈ നോക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏത് വകുപ്പായാലും ജനനന്മയ്ക്കായി പരമാവധി പ്രവർത്തിക്കുമെന്ന് മന്ത്രി എം മണി. പ്രസംഗത്തിന്റെ പേരിൽ തേജോവധം ചെയ്തവരോട് പിണക്കമില്ലെന്നും പാർട്ടിക്കും ജനങ്ങൾക്കും തന്നെ അറിയാമെന്നും മണി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഔദ്യോഗിക വാഹനത്തിൽ സെക്രട്ടേറിയറ്റിലെത്തിയ എം മണിക്ക് മുദ്രാവാക്യം വിളികളോടെ ജീവനക്കാർ സ്വാഗതമരുളി. ഓഫീസിലെത്തി ചുമതലയേൽക്കുമ്പോൾ പത്നി ലക്ഷ്മിക്കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ഏത് വകുപ്പ് കിട്ടിയാലും ജനങ്ങളെ സഹായിക്കാനായി പരമാവധി പ്രവർത്തിക്കുമെന്ന് ഇടുക്കിയുടെ മണിയാശാൻ. എന്നെ ഈ കേരള സംസ്ഥാനത്തെ ഏതോ ഒരു പൗരനും അവരുടെ പ്രശ്നവുമായി ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിനാണെങ്കിലും എന്നെ സമീപിക്കാവുന്നതാണ്. ഞാൻ അതിനനുസരിച്ച് തികച്ചും ശരിയായ നിലപാടുകൾ ആ പ്രശ്നങ്ങളിൽ സ്വീകരിക്കും. കർക്കശക്കാരനായ മന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അങ്ങനൊന്നുമില്ല. ഞാൻ വാച്ച മനുഷ്യനല്ല, വാച്ച മനുഷ്യനാണ്. പിന്നെ എന്നെ പറ്റിക്കാനും തൊട്ടിക്കാനൊന്നും തോന്നാൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങനെ ശരിയാവുന്നു. പ്രസംഗത്തിന്റെ പേരിൽ തേജോവധം ചെയ്തവരോട് പിണക്കമില്ല. ജനങ്ങൾക്കും പാർട്ടിക്കും തന്നെ അറിയാം. ആരെന്നെ എഴുതിയാലും ശരി, ഞാൻ തിളങ്ങി തന്നെ നിൽക്കും. എന്തുകൊണ്ടെന്ന് എൻ്റെ പണി മോഷണമല്ലല്ലോ. എൻ്റെ പണി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക. ഇടുക്കിക്കാരാണ് തന്റെ കരുത്തെന്നും മന്ത്രി എം മണി പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ സൗത്ത് ബ്ലോക്കിലെ 1ാം നിലയിലെ ഓഫീസിൽ മന്ത്രി എം മണി ഇനി കർമ്മനിരതനാകും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഈ ആദ്യ ആകാശയാത്രയുടെ ത്രില്ലിലാണ് അടൂർ തൃച്ചേന്നമംഗലം സർക്കാർ ഹൈസ്കൂളിലെ കുട്ടികൾ. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർക്ക് സൗജന്യമായി ആകാശയാത്രയ്ക്ക് അവസരമൊരുക്കിയത്. തീവണ്ടിയിൽ പോലും യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഇവർക്ക് ആകാശയാത്ര കൗതുകങ്ങളുടെ ലോകമായിരുന്നു. ആവേശവും അമ്പരപ്പുമാണ് ഇപ്പോഴും ബാക്കി. ആകാശങ്ങളിലും മേഘങ്ങളും മഞ്ഞ് പോലെ യാത്ര നല്ലതായിരുന്നു. ആദ്യമേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ചെവി അടയുന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രസിക്കാൻ പറ്റി. നല്ലതായിരുന്നു. എന്തുകൊണ്ട് തൃച്ചേന്തമംഗലം ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. 90% കുഞ്ഞുങ്ങളും തീവണ്ടിയിൽ പോലും കയറിയിട്ടില്ല. കോഴിക്കോട് കാണാത്ത കുഞ്ഞുങ്ങളാണ് 98%. തലസ്ഥാന നഗരി പോലും കാണാത്ത കുഞ്ഞുങ്ങളാണ് 90%. അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 70 അംഗ സംഘം രാവിലെ 8:30 തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പറന്നെത്തി. മടക്കം തീവണ്ടിയിലും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.